ഗൾഫ് മേഖലയിലെ ഏറ്റവും ശക്തവും വ്യവസ്ഥാപിതവുമായ ഗതാഗത സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാഠിന്യവും ലൈസൻസ് സ്വന്തമാക്കാനുള്ള കണിശമായ മാനദണ്ഡങ്ങളും പ്രവാസികൾക്ക് നന്നായി അറിയാവുന്ന ഒന്നാണ്. എന്നാൽ ഈ കഠിനമായ പ്രക്രിയയിലൂടെ നേടിയെടുക്കുന്ന UAE ഡ്രൈവിംഗ് ലൈസൻസിന് ഇപ്പോൾ ആഗോളതലത്തിൽ വൻ പവർ കൈവന്നിരിക്കുകയാണ്. UAE ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയ മുർഖൂസ് എന്ന തന്ത്രപ്രധാനമായ പദ്ധതിയിലൂടെ UAE ലൈസൻസ് ഉപയോഗിച്ച് ലോകത്തിലെ 34ഓളം രാജ്യങ്ങളിൽ ഇനി എളുപ്പത്തിൽ വാഹനം ഓടിക്കാനാകും. ഒരു അന്താരാഷ്ട്ര യാത്രികനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു രാജ്യത്ത് ചെന്ന് അവിടുത്തെ കഠിനമായ റോഡ് ടെസ്റ്റുകളോ തിയറി പരീക്ഷകളോ പാസ്സാകുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ഒരു പ്രതിസന്ധിക്കാണ് മുർഖൂസ് പദ്ധതിയിലൂടെ UAE ഭരണകൂടം ശാശ്വതമായ പരിഹാരം കാണുന്നത്. ഇത് UAEയുടെ ഗതാഗത ഭരണ നിർവഹണത്തിലും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിലും അന്താരാഷ്ട്ര സമൂഹം അർപ്പിക്കുന്ന വലിയ ഫെയ്ത്ത് അഥവാ വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. മുർഖൂസ് പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊന്നും തന്നെ ആവശ്യമില്ല എന്നതാണ്. UAE ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ അത് അവിടുത്തെ പ്രാദേശിക ലൈസൻസിലേക്ക് നേരിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. സന്ദർശക വിസയിൽ പോകുന്നവർക്ക് പല വിദേശ രാജ്യങ്ങളിലും ഈ ലൈസൻസ് ഉപയോഗിച്ച് നേരിട്ട് വാഹനം ഓടിക്കാനുള്ള അനുമതിയും ഈ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തി ഈ രാജ്യങ്ങളിൽ സ്ഥിരതാമസത്തിനായുള്ള റെസിഡൻസി വിസ സ്വന്തമാക്കുകയാണെങ്കിൽ അവർക്ക് UAE ലൈസൻസ് അവിടുത്തെ പ്രാദേശിക ഡ്രൈവിംഗ് ലൈസൻസായി എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാനും സാധിക്കും. ഇത് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും വലിയ തോതിൽ സമയവും പണവും ലാഭിക്കാൻ സഹായിക്കും. ഈ പദ്ധതിയിലൂടെ UAE ലൈസൻസ് വിപുലമായ അംഗീകാരം നൽകിയിരിക്കുന്നത് യൂറോപ്പിലെയും ഏഷ്യയിലെയും പ്രധാനപ്പെട്ട 34 രാജ്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ്റ്റോണിയ, അൽബേനിയ, പോർച്ചുഗൽ, ചൈന, ഹംഗറി, ഗ്രീസ്, യുക്രൈൻ, ബൾഗേറിയ, സ്ലോവാക്യ, സ്ലൊവേനിയ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ്. ഇതോടൊപ്പം സൈപ്രസ്, ലാത്വിയ, ലക്സംബർഗ്, ലിത്വാനിയ, മാൾട്ട, ഐസ്ലാൻഡ്, മോണ്ടിനെഗ്രോ, ഇസ്രയേൽ, അസർബൈജാൻ, ബെലാറസ്, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ആനുകൂല്യം ലഭ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രിയ, ഡെൻമാർക്ക്, നെതർലൻഡ്, പോളണ്ട്, ഫിൻലൻഡ്, ക്രൊയേഷ്യ എന്നിവയ്ക്ക് പുറമെ അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനവും ഈ പട്ടികയിലുണ്ട്. വടക്കൻ മാസിഡോണിയ, കൊസോവോ, കിർഗിസ്ഥാൻ എന്നിവയും റെസിഡൻസി ഉള്ളവർക്ക് മാത്രം ലൈസൻസ് മാറ്റാൻ അനുവാദം നൽകുന്ന ദക്ഷിണ കൊറിയയും ഈ വലിയ ആഗോള ശൃംഖലയുടെ ഭാഗമാണ്. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ UAE ലൈസൻസിന്റെ ആഗോള പ്രസക്തി വളരെ വലുതാണ്. വിദേശ രാജ്യങ്ങളിൽ UAE ലൈസൻസിന് വലിയ പവർ ലഭിക്കുമ്പോഴും ജന്മനാടായ ഇന്ത്യയിലേക്ക് പോകുന്ന പ്രവാസികൾ ചില സുപ്രധാന കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് അഥവാ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നിർബന്ധമാണ്. UAEയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വഴിയോ അല്ലെങ്കിൽ അംഗീകൃത ഓട്ടോമൊബൈൽ ക്ലബ്ബുകൾ വഴിയോ ഈ പെർമിറ്റ് പ്രവാസികൾക്ക് വളരെ വേഗത്തിൽ സ്വന്തമാക്കാവുന്നതാണ്. ഇതിനു പുറമെ മുർഖൂസ് പദ്ധതിയുടെ മറ്റൊരു വശം പ്രവാസികൾക്കും വിദേശികൾക്കും UAEയിലേക്ക് വരുമ്പോഴും പ്രയോജനപ്പെടുന്നുണ്ട്. ലോകത്തിലെ 53ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് UAEയിലെത്തിയാൽ യാതൊരുവിധ പ്രായോഗിക ടെസ്റ്റുകളുമില്ലാതെ തന്നെ തങ്ങളുടെ ലൈസൻസ് UAE ലൈസൻസിലേക്ക് മാറ്റിയെടുക്കാം. ഇതിനായി നിശ്ചിത സർക്കാർ ഫീസായ 600 ദിർഹവും മറ്റനുബന്ധ ചാർജുകളും മാത്രം നൽകിയാൽ മതിയാകും. വിപണികളുടെ ഈ പരസ്പര കൈമാറ്റ വ്യവസ്ഥകൾ ആഗോളതലത്തിൽ ബിസിനസ്സും ടൂറിസവും കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും എന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.